തലസ്ഥാനത്ത് ഗണേഷ് കുമാറിന്റെ പൂഴിക്കടകൻ. സെൻട്രൽ മണ്ഡലം ലക്ഷ്യമിട്ട് കേരള കോൺഗ്രസ് ബി. ആന്റണി രാജുവിന് അയോഗ്യത കൽപ്പിക്കപ്പെട്ടതോടെ ഒഴിവുവരുന്ന തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് കേരള കോൺഗ്രസ് ബിക്ക് വിട്ടു നൽകണമെന്ന് പാർട്ടി ചെയർമാൻ കെ.ബി. ഗണേഷ് കുമാർ LDF നേതൃത്വത്തോട് ആവശ്യമുന്നയിച്ചതായി റിപ്പോർട്ടുകൾ. ആന്റണി രാജുവിന്റെ അയോഗ്യതയെ തുടർന്ന് ഉടലെടുത്ത രാഷ്ട്രീയ സാഹചര്യം കേരള കോൺഗ്രസ് ബി അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പത്തനാപുരത്ത് മാത്രമായി ഒതുങ്ങിപ്പോയ കേരള കോൺഗ്രസ് ബിയുടെ സ്വാധീനം തലസ്ഥാന നഗരിയിലേക്കും വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നടത്തുന്ന കരുനീക്കങ്ങൾ ഇടതു മുന്നണിക്കുള്ളിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആന്റണി രാജുവിന്റെ അയോഗ്യത ജനാധിപത്യ കേരള കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ആ ശൂന്യത നികത്താൻ തങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ യോഗ്യത എന്ന അവകാശവാദമാണ് മുന്നണി നേതൃത്വത്തോട് ഗണേഷ് കുമാർ ഉന്നയിക്കുന്നത്. കേവലം ഒരു സീറ്റ് എന്നതിലുപരി തെക്കൻ കേരളത്തിൽ പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാനുള്ള സുവർണാവസരമായിട്ടാണ് കേരള കോൺഗ്രസ് ബി ഇതിനെ നോക്കിക്കാണുന്നത്. ശബരിമല വിഷയത്തിലടക്കം NSS സ്വീകരിക്കുന്ന ശരിദൂര നിലപാടുകൾ ഗണേഷ് കുമാർ LDFിലുള്ളതിന്റെ ബെനിഫിറ്റ് ആണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ സർക്കാരിന്റെ പ്രതിച്ഛായ ഏറെ വർദ്ധിപ്പിച്ച ഗതാഗത മന്ത്രിയുടെ ആവശ്യം ഇടതുമുന്നണി നേതൃത്വത്തിനും CPMനും എളുപ്പത്തിൽ തള്ളിക്കളയാനാകില്ല. തിരുവനന്തപുരം നഗരം ഭരിക്കുന്ന BJPയെ രാഷ്ട്രീയമായി നേരിടാൻ തലസ്ഥാനത്ത് ഗണേഷ് കുമാറിന്റെയും പാർട്ടിയുടെയും സാന്നിധ്യം മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നതിനാൽ സീറ്റ് കേരള കോൺഗ്രസ് ബിക്ക് തന്നെ നൽകിയേക്കുമെന്നാണ് ഇടതുമുന്നണി വൃത്തങ്ങളിൽ നിന്ന് അനൌദ്യോഗികമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് പൂജപ്പുര രാധാകൃഷ്ണൻ, പാർട്ടി സംസ്ഥാന ട്രഷററും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറുമായ ദേവി ഫാർമ ഉടമ KS ബാലഗോപാൽ, യുവജന വിഭാഗം ജില്ലാ പ്രസിഡന്റും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മെമ്പറുമായ B നിബുദാസ് എന്നിവരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേരള കോൺഗ്രസ് ബിക്ക് ലഭിച്ച ജഗതി വാർഡിൽ മത്സരിച്ച പൂജപ്പുര രാധാകൃഷ്ണൻ 3ാം സ്ഥാനത്തായിരുന്നു. കോർപ്പറേഷനിൽ LDFിന് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചതും ഇവിടെ തന്നെയാണ്. ഇക്കാരണം കൊണ്ട് തന്നെ നിയമസഭയിലേക്ക് പൂജപ്പുരയെ പരിഗണിക്കാൻ വിരളമായ സാധ്യതകൾ പോലും കാണുന്നില്ല. ട്രഷറർ ബാലഗോപാലിനെ പോലെയുള്ള വ്യവസായ പ്രമുഖന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി പരീക്ഷണം നടത്താൻ ഗണേഷ് കുമാർ തയ്യാറായേക്കില്ല. വൻകിട മരുന്ന് വിതരണ കമ്പനിയായ ദേവി ഫാർമ ഉടമ ബാലഗോപാൽ ഗണേഷ് കുമാറിന്റെ വിശ്വസ്ത സുഹൃത്ത് എന്ന നിലയിൽ ആലങ്കാരികമായി പാർട്ടി ട്രഷറർ സ്ഥാനം വഹിക്കുന്നതല്ലാതെ അദ്ദേഹത്തിന് സംഘടനാ പ്രവർത്തന പരിചയം തീരെയില്ല. അദ്ദേഹത്തെ പരിഗണിച്ചാൽ പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം മറുപക്ഷം ഉയർത്താനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അതിസമ്മർദ്ദനായ ഗണേഷ് കുമാർ അതിന് മുതിരാൻ സാധ്യതയില്ല എന്ന് വേണം കരുതാൻ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യൂത്ത് ഫ്രണ്ട് ബി ജില്ലാ പ്രസിഡന്റ് B നിബുദാസിന്റെ പേരിനാണ് നിലവിൽ പ്രഥമ പരിഗണന. വർഷങ്ങളായി നടത്തുന്ന സൗജന്യ PSC പരിശീലന പദ്ധതികളിലൂടെ ജനശ്രദ്ധ നേടിയ നിബുദാസ് തലസ്ഥാനത്തെ ഇടതു യുവജന സമരങ്ങളിലെ മുന്നണി പോരാളി കൂടിയാണ്. യുവാക്കൾക്കിടയിൽ നിബുദാസിനുള്ള സ്വീകാര്യത മണ്ഡലത്തിൽ ഗുണം ചെയ്യുമെന്ന് നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. നിയമസഭാ സീറ്റ് നേടിയെടുക്കുന്നതിനൊപ്പം ജനാധിപത്യ കേരള കോൺഗ്രസിലെ അവശേഷിക്കുന്ന പ്രവർത്തകരെ കൂടി ഒപ്പം കൂട്ടി പാർട്ടി വിപുലീകരിക്കുക എന്നതും ഗണേഷിന്റെ അജണ്ടയിലുണ്ട്. കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും അകന്നു നിൽക്കുന്നവരെയും പഴയകാല NDP അനുഭാവികളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി വിശാലമായ രാഷ്ട്രീയ കൂട്ടായ്മ കെട്ടിപ്പടുക്കാനുള്ള നീക്കത്തിലാണ് ഗണേഷ് കുമാർ. തിരുവനന്തപുരം സെൻട്രലിലെ വിജയം ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചവിട്ടുപടിയായാണ് ഗണേഷ് കുമാർ കാണുന്നത്. ഇടതുമുന്നണി ഈ അവകാശവാദങ്ങളെ എത്രത്തോളം ഗൗരവത്തോടെ കാണും എന്നതിനെ ആശ്രയിച്ചായിരിക്കും തലസ്ഥാനത്തെ വരുംകാല രാഷ്ട്രീയ ചിത്രം. ഒരു വശത്ത് മുന്നണി മര്യാദകളും മറുവശത്ത് ജയസാധ്യതയും പരിഗണിക്കുമ്പോൾ എന്ത് തീരുമാനമെടുക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് LDF നേതൃത്വം.